ഇതിനൊക്കെ 70 ഉള്ളു അല്ലേ? ഏതെടുത്താലും 180. 120 കളക്ഷൻ 395. കൂടുതൽ പോണത് എന്താ ക്യൂട്ടഡ് 160 ഒക്കെ വന്നത്. വെറും 255 ഉള്ളു കേട്ടോ. അതെ 275 ഉള്ളതിന് കുട്ടികൾക്കുള്ള എല്ലാ കളക്ഷൻസും ഉണ്ട് ഇവിടെ. ഇത് 750 ആണ്. 750 മേരി ക്രിസ്മസ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും എന്റെ വീഡിയോയിലോട്ട് സ്വാഗതം. എന്റെ വീഡിയോ അല്ല, ഞങ്ങളുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എവിടെയാ നിക്കണേ? കുസാറ്റ് കോളേജിൽ. അതെവിടെയാ സ്ഥലം ഈ കുസാറ്റ് കോളേജ്? കളമശ്ശേരിയിലുള്ള കുസാറ്റ് കോളേജിലാണ് നമ്മൾ നിക്കണ. കോളേജിന്റെ അടുത്തിട്ടാ. അവിടെ എവിടേക്കാ നമ്മൾ വന്നിരിക്കണേ? കുപ്പിവാളയിലോട്ട്. കുപ്പിവാള? അതെന്താ കുപ്പിവാള എന്ന് പറഞ്ഞ? കടയുടെ പേര്, ഞങ്ങളുടെ കടയുടെ പേര് കുപ്പിവാളാട്ടാ. അപ്പൊ കുപ്പിവാളയിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് നമുക്കൊന്ന് കണ്ടറിയാട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റീസ്, ന്യൂ ട്രെൻഡി കളക്ഷൻസ്. അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട് റേറ്റ് കുറവിന്. പോയാലാ? പോവാം. കുപ്പിവള ഷോപ്പിന്റെ പേര് കുപ്പിവള. കുപ്പിവളയിലത്തെ ഓണറാണ് ഇവര് രണ്ടുപേരും. കുട്ടി ഓണർ അല്ലേ? ഇവര് വലിയ ഉമ്മച്ചും ഉപ്പ ഒക്കെ ബിസിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ കുപ്പിവളയിലെ കളക്ഷൻസ് ഒക്കെ കാണാം. നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ സ്റ്റാഫാണ്, ഓൾ ഇൻ ഓൾ ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ പ്രാവശ്യം എന്താണ് വെറൈറ്റി വന്നിരിക്കുന്നത്? വെറൈറ്റീസ് ആന്റി ടെർണീഷിന്റെ മോഡൽ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ക്രിസ്മസിന്റെ വെച്ച് തുടങ്ങാം. കാരണം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മള് പാരന്റ്സിനൊക്കെ ടെൻഷനാണ് എന്ത് ഗിഫ്റ്റ് കൊടുക്കും. അപ്പൊ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. 2 ഫ്ലോർ ആയിട്ടാണ്. അപ്പൊ ലേഡി എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ നല്ല വെറൈറ്റി കമ്മലുകൾ ഉണ്ട്. അതും സ്റ്റാർട്ടിംഗ് റേറ്റ് ജസ്റ്റ് 40 രൂപ തൊട്ട് നമുക്ക് എത്ര റേഞ്ച് വരെ പോകും? 70 ഒക്കെ തുടങ്ങിയാണ്. 70 ആണ് സ്റ്റാർട്ടിംഗ് അല്ലേ? ഓക്കെ, 70 തൊട്ട് പിന്നെ 180 വരെ. ഇതിനൊക്കെ 70 ഉള്ളു അല്ലേ? ഇത് 70 ഉള്ളു. പിന്നെ ഏറ്റവും മുകളിലത്തെ കുറച്ചും കൂടി വലിയ ടൈപ്പ് ഒക്കെയാണ് 180 വരുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അതും ഫുൾ ഇപ്പൊ ക്രിസ്മസിന് പിള്ളേർക്കൊക്കെ സെലിബ്രേഷന്റെ സമയത്തൊക്കെ ഇത് 120. എന്ത് രസാലേ? 120യുടെ കളക്ഷൻ. അപ്പൊ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ ഡയറക്റ്റ് ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇപ്പൊ ഇത് ക്രിസ്മസിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ കാണിച്ചത്. ഇനി അടുത്തത് പറയുമ്പോൾ നമ്മുടെ ടീനേജ് പിള്ളേർക്കുള്ളത് അല്ലേ? അവർക്കുള്ളത് എന്താ ഐറ്റം വരുന്നത്? കൂടുതൽ പോണത് എന്താ ക്യൂട്ടഡ് 160 ഒക്കെ വന്നത്. 160. പിന്നെ ഈ ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ റേറ്റ് കുറവാണ്. ഡെയിലി വെയർ ആയിട്ട് ചെയ്യാൻ പറ്റും. 75. അപ്പൊ സ്റ്റാർട്ടിങ് നമുക്ക് ഈ ആന്റി ടെർണീഷൻ അല്ലേ ഇതിന്? ഈ ആന്റി ടെർണീഷൻ അപ്പൊ എത്രയാ ശരിക്കും റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത്? 70 ആ ഒരു റേഞ്ചില്. പിന്നെ റിംഗിൽ വന്നാണെങ്കിൽ ഇത് ആന്റി ടെർണീഷന്റെ ഫുൾ കളക്ഷൻസ് ആട്ടോ. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാതും എടുത്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇവരുടെ ഇൻസ്റ്റാ പേജില് എപ്പോഴും ഇങ്ങനെ വീഡിയോസ് വരും, അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ കളക്ഷൻസ്, പുതിയ പുതിയ മോഡൽസ് ഒക്കെ വരുന്നോണ്ടിരിക്കുന്നത്. ഇവിടെ വരെ ഫുൾ ആന്റി ടെർണീഷൻ വരുന്നത് അല്ലേ? അപ്പൊ ഇതല്ലാത്ത നമുക്ക് നോർമൽ ആയിട്ടുള്ളത്, നോർമൽ എന്ന് പറയാൻ പറ്റില്ല, ആന്റി ടെർണീഷൻ തന്നെ. ഇത് കളർ പോവാടാ ഈ സംഭവം? ഇത് കളർ പോവില്ല. കളർ പോവാത്ത ടൈപ്പ് ആയിട്ടുള്ള ആന്റി ടെർണീഷന്റെ ഈ കാണുന്ന ഈ കളക്ഷൻസ് മൊത്തം അതിലത്തെ ഒരു കളക്ഷൻ അല്ലേ ഞാൻ ഇതിനൊക്കെ ഏകദേശം ഒരു 100 സംതിങ്. അതായത് പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീറ്റെയില് ഇതിനേക്കാളും നല്ല റേറ്റ് കൂടുതലായിരിക്കും കിട്ടുക. ഇവരുടെ ഷോപ്പിന്റെ പ്രത്യേകത തന്നെ ഇതാണ്. ക്വാളിറ്റിയും റേറ്റ് കുറവും ട്രെൻഡും എല്ലാം കൊണ്ട് നമുക്ക് എന്താ പറയാ കറക്റ്റ് പെർഫെക്റ്റ് ആണ് ആന്റി ടെർണീഷൻ. അപ്പൊ ആന്റി ടെർണീഷന്റെ ഈ ഒരു കമ്മലുകൾ മാത്രമല്ല, ഇതല്ലാണ്ട് നമുക്ക് ബാംഗിൾസും അവൈലബിൾ ആണ്. ഇതൊക്കെ ബാംഗിൾസ് അല്ലെ? പറയേ ബാംഗിൾസിലൊക്കെ നമുക്ക് തന്നെയാണ് റേറ്റ് 280 അങ്ങനെ 270 295 ആ ഒരു റേഞ്ചില്. ഇത് ഫുൾ അടി വരെ നമുക്ക് ഫുൾ ആന്റി ടെർണീഷന്റെ സിൽവറിലും ഇതൊക്കെ 80 ഒക്കെ വന്നുള്ളൂ. 80-85 ആ റേഞ്ചിൽ. 80 തൊട്ടുണ്ടല്ലോ. അപ്പൊ 80 തൊട്ടുണ്ട്. 80, 180, 150, പിന്നെ 250, 280 അങ്ങനെ ആ റേഞ്ച് ഒക്കെയാണ് മെയിൻ ആയിട്ട് പോകുന്നത്. അപ്പൊ ആന്റി ടെർണീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത്രയും ട്രെൻഡിൽ ഇപ്പോഴല്ല, അതൊരു ഏകദേശം ഒരു കൊല്ലമായി ആ ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇനി ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമുക്ക് ആന്റി ടെർണീഷന്റെ മാലകള്. ഡീന ഇത് കാണുന്നത് എല്ലാതും മാലാട്ടോ. അതും നമുക്ക് കുളിക്കുമ്പോ വരെ അല്ലെ, നമുക്ക് ഷവർ കളർ പോകില്ല, ഇട്ടിട്ട് നമുക്ക് ഷവർ ചെയ്യാം. സോപ്പ് വെള്ളം കൊണ്ടാലോ ചൂടുവെള്ളം കൊണ്ടാലോ ഇതൊന്നും ഒരു കംപ്ലൈന്റ് വരില്ല. കളർ ഗ്യാരണ്ടി എന്നും പറയുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോ ഞാനിത് മേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കളർ പോവില്ല.
എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതാണ് ഈ ആന്റി ടാർണിഷിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. ഇപ്പൊ ഇതിനൊക്കെ നമുക്ക് ഏകദേശം ഒക്കെ റേറ്റ് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ 180 ആണ് ഇതിന്റെ ഏതെടുത്താലും 180 പോരെ. ഇനി ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ട. അതും നമുക്ക് ഫുൾ ടൈം ഇട്ട് നടക്കാൻ പറ്റുന്ന ഒരു ആന്റി ടാർണിഷിന്റെ മാലകളാണ്. ഇനി ആന്റി ടാർണിഷിൽ വേറെ എന്തൊക്കെയാ വരുന്നത്? മോതിരങ്ങൾ. ഇത് ആന്റി ടാർണിഷിൽ വരുന്ന മോതിരങ്ങളാണ്. ഇത് പല വെറൈറ്റീസ് വന്നതാണ്. പല വെറൈറ്റീസില് പോവാത്ത ടൈപ്പാണ്. ആന്റി ടെർണിഷ് എന്ന് പറയുമ്പോ അപ്പൊ തന്നെ മനസ്സിലായി ഊഹിച്ച കളർ പോവില്ല. അത് എത്ര നാൾ വേണമെങ്കിൽ വന്നുണ്ട്. സാധാ സിമ്പിൾ ആയിട്ടുള്ള റിങ്സിൽ വന്നുണ്ട്. പിന്നെ ഹെവി ആയിട്ട് ബ്രൈഡ്സിനൊക്കെ ശരിക്കും നല്ല കളർ ശരിക്കും പോവാത്ത ടൈപ്പാണ്. ഇതൊക്കെ നമുക്ക് റേറ്റ് ഒക്കെ ഏകദേശം എത്ര വരും? നോർമൽ നമുക്ക് പുറത്തൊക്കെ ആണെങ്കിൽ 100ന്റെ മുകളിൽ പ്രതീക്ഷിച്ചോ? 100ന് താഴെയാണ്, ബിലോ ആയിട്ടാണ് വന്നത്. നോർമൽ പുറത്ത് 100ന്റെ മുകളിലാണെങ്കിൽ ഇവിടെ 100ന്റെ താഴെ. അപ്പൊ ഇതിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ 50 ഒക്കെ കാണുന്നത് ശരിക്കുള്ളത് തന്നെയാണോ? ശരിക്കും റേറ്റ് തന്നെയാണ്. ഇതിലൊക്കെ ടാഗും കാര്യങ്ങളും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് നമുക്ക് ഇത് വീഡിയോ കോൾ ചെയ്തിട്ട് ഇത് കളക്ഷൻസ് ഒക്കെ കാണിക്കാനുള്ള ഓപ്ഷൻസ്. അപ്പൊ മോതിരങ്ങളുടെ ജസ്റ്റ് സാമ്പിൾ മാത്രമാണ് ഹെവി നോർമൽ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ബ്രേസ്ലെറ്റ്സ്. ഈ ബ്രേസ്ലെറ്റ്സിന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നോർമൽ ആയിട്ട് ചെയിൻ ടൈപ്പ് 3 ലെയർ പോലെ വന്നത്. ഇതിന് കുറെ മോഡൽസ് അവിടെ കണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് ഇതിന്റെ കയ്യില് മോതിരം പോലെ ഇട്ടിട്ട് കയ്യിലേക്ക് അങ്ങനത്തെ ഒരു ബ്രൈഡൽ സെറ്റപ്പ്. എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ബ്രൈഡൽ സെറ്റപ്പ് ആയിട്ടുള്ളത് കളർ പോവാത്ത മോഡലാണ് ഈ ഒരു ആന്റി ടെർണിഷ് ഐറ്റംസ് വരുന്നത് അല്ലെ. പിന്നെ ഇതാണെങ്കിൽ കറക്റ്റ് ആന്റി ടെർണിഷിന്റെ മോഡൽ വന്നതാണ്. കൊറിയൻ കൊറിയൻ നിന്ന് ഡയറക്റ്റ് വരുത്തിച്ചതാണ്. നമുക്ക് കൊറിയനിലേക്ക് ഇനി പോകേണ്ടത് ഈ ആന്റി ടെർണിഷിന്റെ മോഡല്. കറക്റ്റ് ആന്റി ടെർണിഷ്, അതും പ്യുവർ കളർ പോവില്ല എന്നുള്ളത് ഗ്യാരണ്ടി പറയണത്. എത്ര മോശമാണെങ്കിലും ചെയ്ത് നമുക്ക് സാധാരണ നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ കമ്മൽ തന്നെ മറക്കാറുണ്ട്, അല്ലെങ്കിൽ ഊരാൻ മറക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ വിയർപ്പ് തട്ടുന്ന ഒരു സ്വഭാവം ഉണ്ട് ചിലർക്ക്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ വിയർപ്പായാലും വെള്ളം തട്ടിയാലും അങ്ങനെ ഒരു കംപ്ലൈന്റ് വരാത്തൊരു മോഡലാണ്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. ലൈറ്റ് വെയിറ്റ് ആണല്ലോ. ഇത് കാണുമ്പോൾ ഡെയിലി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഈ കോളേജ് പിള്ളേരൊക്കെ ഡെയിലി ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോ നല്ല വലിയതായിട്ട് ഫീൽ ചെയ്യും, ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഹെവി അല്ല, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഡെയിലി വെയറിന് പറഞ്ഞത് ഈ ഒരു സംഭവം കോളേജിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ആണ്. അതും കൊറിയൻ ടച്ചില്. ഇത് ജസ്റ്റ് ഇപ്പോഴത്തെ ട്രെൻഡ് മാത്രം കാണിക്കുന്നില്ല. അന്നൊന്ന് അങ്ങോട്ട് തിരിയാണെങ്കിൽ കമ്മലുകളുടെ ഒരു ലോകം തന്നെയാണ്. അതില് എന്താ പറയാ ജുംകാസ്, ഡെയിലി വെയർസ്, അങ്ങനെ സിൽവറില് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓൾ ഇൻ വൺ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസ് ഇവിടെ കിട്ടും. മിക്കതും ഇവിടെ വരുന്നത് കൂടുതൽ കോളേജ് പിള്ളേരുകള് അല്ല, ഇവിടെ കുസാറ്റ് കോളേജ് ഉള്ളത് കൊണ്ടാണോ മെയിൻ ആയിട്ട്. പിന്നെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. റേറ്റ് വേറെ കടകളൊക്കെ അപേക്ഷിച്ച് നല്ല റേറ്റ് കുറവുണ്ട്. ഇനി നമുക്ക് അടുത്ത എന്താണ് ബ്രൈഡൽ സെക്ഷൻ ഒന്നും നോക്കിയല്ല. ഇതൊക്കെ നമുക്ക് ഒരു കൊറിയൻ ടച്ച് ആയില്ലേ. ബ്രൈഡൽ നോക്കാണ്ട് കുട്ടികളുടെ നോക്കാം. ബ്രൈഡൽ സെക്ഷൻ എന്നാൽ ഇവിടെ ബ്രൈഡൽ മാത്രമല്ല എല്ലാം കിട്ടും. ഞാൻ ജസ്റ്റ് ഒരു ഹിന്റ് തന്നു മാത്രം. അപ്പൊ നമ്മുടെ ബ്രൈഡൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ റിസപ്ഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറെ കളക്ഷൻസ് ആണ്. ഇതിനൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ ഏകദേശം എത്ര വരും? ഇതൊക്കെ 750 എന്നതാണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. ഇത് 750 ആണ്. 750 അത് മാല മാത്രമല്ല, കമ്മല്, ചുട്ടി, മടി എല്ലാം അടക്കാണ് ഈ ഒരു 750 റേഞ്ച് പറയണത്. പുറത്ത് നിങ്ങൾ അന്വേഷിച്ചിട്ട് വന്നാൽ മതി. എന്തായാലും 1000ന് മുകളിലുണ്ടാവും. ആ കാര്യത്തിൽ ഉറപ്പാണ്. അപ്പൊ ഇത് 750 ആണെങ്കിൽ പിന്നെ ഇത് 800 ആ ഒരു 800 ഉള്ളോ? 800 ഉള്ളൂ കേട്ടോ. അതും ഇതിന്റെ ക്വാളിറ്റിയും ആ ഒരു ഫിനിഷിങ്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് നമുക്ക് ഫിനിഷിംഗ് ആണ്. ഡ്രസ്സ് ഇടുമ്പോ അവിടെ കുത്തോ കൊള്ളോ അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്. അപ്പൊ ആ പ്രശ്നം ഇതില് ഇല്ല, സ്മൂത്താണ്. പിന്നെ വരുന്നത് ഇതൊക്കെ ഏകദേശം ആ ഒരു ബ്രൈഡലിൽ വരുന്നത് അല്ലേ. ഇത് കുറച്ചും കൂടി റേറ്റ് കൂടിയത് 1100 ഒക്കെ വന്നത്. എന്നാലും ഞാൻ കുറച്ചുകൂടി റേറ്റ് എന്ന് ഉദ്ദേശിച്ചപ്പോ ഞാൻ 1500ന്റെ മുകളിലേക്ക് പോകുന്നത് 1100 ഉള്ളൂ. അത്രേ ഉള്ളൂ. അതെല്ലാം സെറ്റ് ആണ് പറയുന്നത്. സെക്ഷൻ ആണ് പിന്നെ വന്നത്. അപ്പൊ ഇത് നമുക്ക് റിസപ്ഷനിലൊക്കെ മെയിൻ ആയിട്ടാണ് സ്റ്റോൺ വർക്ക് ഒക്കെ. ഇപ്പൊ ഈ ഡിസ്പ്ലേ മാത്രമല്ല കേട്ടോ, കുറെ ഒക്കെ ഇങ്ങനെ ബോക്സിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേ ഉള്ളത് മാത്രം കാണിക്കുന്നു. ഇത് കൂടാണ്ട് നമുക്ക് ടെമ്പിളുടെ കളക്ഷൻസ്, കമ്മല് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ നമ്മളവിടെ കണ്ടത് ഡിസ്പ്ലേയില് ഫ്രണ്ടില്. ഇതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് ഉണ്ട്? നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആളോട് ചോദിക്കണ്ട, ഞാൻ തന്നെ പറയാം. 395. ഒന്നിനും പുറത്തേക്ക് പോണ്ട. നല്ല രസമുണ്ട്, നല്ല ഹെവി പീസ്. ഇതൊക്കെ
500, 800 നമ്മൾ വലിയ വലിയ ഷോറൂമിൽ നല്ല ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് 800 രൂപ 900 രൂപ റേഞ്ച് കൊടുക്കണം. പക്ഷെ ഇവിടെ വെറും 395 രൂപയുള്ളൂ. അതും ഒക്കെ ഡിസ്പ്ലേ ഉണ്ട്, അതിന്റെ ബാക്കിൽ എല്ലാത്തിന്റെയും റേറ്റ് ഉണ്ട്. പിന്നെ എന്തിന് നിങ്ങളുടെ ആവശ്യമില്ല. അത് ഇതിപ്പോ ഏതെടുത്താലും സെപ്പറേറ്റ് കമ്മല് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഈ കമ്മൽ തന്നെ വേണ്ട, നമുക്ക് സെപ്പറേറ്റ്. ചിലർക്ക് ഇത് വേണ്ടാതെ ചിലപ്പോ ജിമിക്ക പോലത്തെ ആണെങ്കിൽ ആ ജിമിക്കയുടെ തന്നെ സെയിം കളർ തന്നെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടെമ്പിളുടെ ജ്വല്ലറി ആ ഒരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. ടെമ്പിളുടെ ജ്വല്ലറിയിലൊക്കെ എങ്ങനെയാ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത്? ഏറ്റവും ഈ ഒരു ചെറിയ സെക്ഷൻ ഒക്കെ വന്നത് 750 ഒക്കെ വരുള്ളൂ. ഇതിന് സെക്ഷൻ ഈ മാല മാത്രം സെക്ഷൻ മാത്രമായിട്ട് ടെമ്പിളുടെ ജ്വല്ലറി കമ്മലും ഈ 2 മാലയും കൂടി വരുമ്പോഴാണ് ഇത്രയും പ്രൈസ് ആവുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ഇത് മാത്രമാകുമ്പോ നമുക്ക് 750 വരും. 750 ആ റേഞ്ചാ വരുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ചുകൂടി കളക്ഷൻസ് ആ ഭാഗത്തൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് നോക്കാം. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഏത് മോഡൽ വേണം? ഇപ്പൊ ഇത് രണ്ടും സെറ്റ് ആയിട്ടാ അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്കാ? ഇത് സെപ്പറേറ്റ് ആണ്. ഇത് സെപ്പറേറ്റ്, ഇത് സെപ്പറേറ്റ്. ഇത് ഒരേ സെറ്റ് ആണ്. അല്ല, അത് മുകളിലത്തെ വേറെ, ഇത് അടിയിലത്തെ വേറെ, അങ്ങനെയല്ല? 2 ലെയർ സെറ്റ് ആണ്. ഇങ്ങനെ ഒരു സെറ്റ് ഒരു സെറ്റ് ആയിട്ടാണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇങ്ങനെ സെറ്റ് ആയിട്ടും അവൈലബിൾ ആണ്. അങ്ങനെ സെപ്പറേറ്റ് വേണമെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഉണ്ട്. കാണുമ്പോൾ നല്ല അല്ലേ? ചെറുത് വേണമെങ്കിൽ ചെറുത്, വലുത് വേണമെങ്കിൽ വലുത്. അതിലേക്ക് ജുംക്ക ഇതിന്റെ കൂടെ സെറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കണം അല്ലെ? അപ്പൊ ഇതിന്റെയൊക്കെ നമുക്ക് ഒരുപാട് മോഡൽസ് കാണാറുണ്ട്. ഇപ്പൊ ഈ മോഡൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിന്റെ ജുംക്ക ഇതൊക്കെ വെയിറ്റ് ഏകദേശം നമുക്കൊന്നും അറിയാൻ പറ്റുമോ? കാണുന്നതിന്റെ ഏതെങ്കിലും 1-2 പീസിന്റെ 1800 കാണുന്നത് 1800, അങ്ങനെ 1700, അങ്ങനെ 2-3 റേറ്റിന്റെ ഒക്കെ ആണ്. അങ്ങനെ നമുക്ക് റേറ്റ് 750, 800 തൊട്ട് നമുക്ക് റേറ്റ് വരുമ്പോ ആ ഒരു റേറ്റ് വരുള്ളൂ. ഓക്കെ. ഇത് 1200. ഇതിൽ 1200 പറയുമ്പോ ഇത് രണ്ടും കൂടി വന്നതാണ്. കമ്മലും ഉണ്ട്, കമ്മലും അടക്കാണ് കേട്ടോ ഇപ്പൊ ഈ റേറ്റ് പറയുന്നത്. അപ്പൊ നല്ല ലാഭത്തിന് കിട്ടും. എന്നാൽ അങ്ങനത്തെ അല്ല, ടെമ്പിൾ കുറച്ചുകൂടി നമുക്ക് ട്രഡീഷണൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ മോഡലും ഉണ്ട്. ഇത് കുറച്ച് ഇതെന്താ സംഭവം? അരപ്പട്ട പോലെയൊക്കെ വെച്ചിട്ട്. ഇതും കൂടി മിക്സ് ആണോ? ഇതും കൂടി മിക്സ് ആണ്. ഓക്കെ. എന്നുവെച്ചാൽ ഒരുമിച്ചുള്ളതാണ്, ഒരു ബോക്സിൽ അങ്ങനെ സെപ്പറേറ്റ് ഉള്ളതാണ്. അപ്പൊ ഇതില് ചെറിയ നെക്ലസ് വരുന്നുണ്ട്, ലോങ് ചെയിൻ വരുന്നുണ്ട്, ചുട്ടിമാട്ടി വരുന്നുണ്ട്, ബ്രൈഡിന്റെ ഒക്കെ ഹെയറിൽ കൊളുത്തിരുന്നത്, ലോങ് ഹെയർ വെച്ച് പിടിപ്പിക്കുന്ന വങ്കി അങ്ങനെ എന്താ പറയാ, വങ്കി. പിന്നെ ഇതും വങ്കി എന്ന് ഞാൻ തോന്നുന്നുണ്ട്. പിന്നെ അരപ്പട്ട എല്ലാം കൂടിയിട്ടുള്ള ഒരു സെറ്റ് ആണ് വരുന്നത്. അപ്പൊ എല്ലാം കൂടിയിട്ടുള്ള സെറ്റ് ആയിട്ടുള്ളത് കൊണ്ട് സിംഗിൾ നമുക്ക് ബ്രൈഡ് സെറ്റ് വരുന്നത്. അപ്പൊ ബ്രൈഡ് സെറ്റിന് ഇതിന് ജസ്റ്റ് 750 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് റേറ്റ്. എന്ന് പറയാം റീസണബിൾ, അത്രേ പറയാനുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ടെമ്പിൾ ഡിസൈൻ ആയി, അതുപോലെ നല്ല റേറ്റ് കൂടുതലാണ്. പിന്നെ പറയാണ്ടോ, ഇത് 1500, 2000, 2500 എല്ലായിടത്തും അല്ലേ? നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്തിട്ട് നിങ്ങൾ വന്നാൽ മതി. അത്രയും വില കുറവുണ്ടെന്ന് നമ്മൾ പറയും. ഇത് ഡയമണ്ടിന്റെ ഒക്കെ ചെറിയൊരു മോഡലാണത്. ഡയമണ്ട് എന്ന് പറയാൻ പറ്റില്ല, റിപ്ലിക്ക. അതിലൊരു സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസ്. അപ്പൊ ഇതിനൊക്കെ റേറ്റ് 200 സംതിങ് ഒക്കെ വരുള്ളൂ. 275 ഉള്ളതിന് 275, ഇതിനും 275 ഒക്കെ റേറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. 275 അങ്ങനെ ആ ഒരു റേഞ്ചിൽ വരുന്നത്. വെച്ചാൽ 300 താഴെയാണ് ഈ ഫുൾ നെക്ലസിന്റെ കളക്ഷൻസ് കിട്ടുന്നത്. അപ്പൊ നെക്ലസിന്റെ ഒരു ഏകദേശം. പിന്നെ ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ കുപ്പിവളയാണല്ലോ. അപ്പൊ കുപ്പിവളയ്ക്ക് ഇവിടെ കുപ്പിവളകളും ഉണ്ട് കേട്ടോ. പണ്ടത്തെ ആ ഒരു നൊസ്റ്റാളജി സംഭവം ഇവിടെ അവൈലബിൾ ആണ്. വളകളുടെ തന്നെ ഒരു നല്ല വെറൈറ്റീസ് ഉണ്ട് ഇവർക്ക്. ഇനി നമുക്ക് കുട്ടികളുടെ സെക്ഷനിലേക്ക് ഒന്ന് പോയാലോ. കുട്ടികളുടെ എന്തൊക്കെയാ വെറൈറ്റി നോക്കാം. കുട്ടി ഇങ്ങോട്ട് വാ, ഞാൻ എന്നെ എടുക്കുന്നത് നീ കുട്ടി പറയാ എന്നെ എടുക്ക്. അപ്പൊ കുട്ടികളുടെ സെക്ഷനിൽ പോവാം. ഈ കുട്ടി മുതലാളിയില്ലേ, ഈ കുട്ടിയുടെ അമ്മേനെ കാണിച്ചു തരാട്ടോ നമുക്ക്. കുട്ടിയുടെ അമ്മ ശരിക്കും മുതലാളി. വാ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും ചോദിച്ചറിയാണ്ട്. നമുക്ക് ഇവിടെ റീറ്റെയിൽ സിംഗിൾ പീസ് ആയിട്ട് കിട്ടും പറഞ്ഞു. അത് കൂടാണ്ട് ഇപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കുറെ ഹോൾസെയിലേഴ്സ് കാണാറുണ്ട്, അതുപോലെ റീസെല്ലേഴ്സ് പറയാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 2500 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഈ റീസെല്ലുകാർക്കാണെങ്കിൽ. ഓക്കെ. അപ്പൊ മിനിമം പർച്ചേസ് റീസെൽ ആണെങ്കിൽ 2000, 2500 മുകളിലേക്കും പർച്ചേസ് ചെയ്യണം അവർക്ക്. അപ്പൊ നമ്മുടെ ഹോൾസെയിൽ പ്രൈസിനായിരിക്കും കിട്ടുക. അല്ലാത്തത് ഇവിടെ നമ്മുടെ സിംഗിൾ പീസ് ആ റേറ്റ് ഓപ്പൺ ആണ്. പക്ഷെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ പിന്നെയും മാറ്റം വരും. അത് ബൾക്ക് എടുക്കണം. അപ്പൊ എത്ര എടുക്കണം എന്താന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അതൊക്കെ നിങ്ങളെ പാടായി എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ ഹോൾസെയിൽ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്, റീസെല്ലേഴ്സ് ഉണ്ട്, പിന്നെ സിംഗിൾ പീസ് ഉണ്ട്. അങ്ങനെ മൊത്തം നോക്കുമ്പോ എല്ലാവർക്കും ഇവിടെ പ്രവേശനമുണ്ട്. ഞാൻ അടുത്തേക്ക് പോവാം. ഇത് ഈ മലര റേറ്റില് പാലക്കര ഇതിന് വെറും 255 ഉള്ളൂട്ടാ.
255. അതുപോലെ ഇതിനൊക്കെയും റീസണബിൾ റേറ്റ് ആണ്. പാലക്കര് ചെറിയ ചെറിയ നമ്മളിപ്പോ ഇത്ര നേരം ബ്രൈഡലല്ലേ കാണിച്ചത്, അപ്പൊ ഇത് 255. ഇവിടെ 120 ഒക്കെ ഞാൻ കണ്ടിരുന്നു, 125 ഒക്കെ ഇവിടെ എവിടെയൊക്കെയോ കണ്ടിരുന്നു. നല്ല റേറ്റ് ഉണ്ട്, റീസണബിൾ റേറ്റ് ആണ്. പിന്നെ അതേ വളകളുടെ ഒരു ലോകം എന്ന് പറയുമ്പോൾ അതേ വളകളാണ് ഈ കാണുന്നതും ഇപ്പുറത്തെ സൈഡ് കാണുന്നതും മൊത്തം വളകൾ കൊണ്ട് വളകള്. കുട്ടി വാ, വളകളുടെ കളക്ഷൻസ്, അതും സൈസസ് അവൈലബിൾ ആണ്. ഇതിലും ഉണ്ട് ആന്റി ടാർണിഷും പിന്നെ ട്രഡീഷണൽ രീതിയിലുള്ള വളകള്. കുട്ടികൾക്കുള്ള എല്ലാ കളക്ഷൻസും ഉണ്ട് ഇവിടെ. എന്ത് കളക്ഷൻസ് ഉണ്ട് കാണിച്ചു തായോ? ഇത് 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 അങ്ങനെ കുട്ടികൾക്കുള്ള മുടിമിടാൻ പറ്റിയതും. പിന്നെ എന്താണ് ഈ കയ്യിലിരിക്കുന്ന ഐറ്റം എന്താ? പാവ, അതുണ്ട്. പിന്നെ അതിന്റെ കുറെ മോഡൽസ് ഉണ്ട് അല്ലേ? ഇനി നിനക്ക് എന്താ പറയാനുള്ളത് കുട്ടികളുടെ? കുട്ടികൾക്ക് ഇവിടെ പല പല കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഹെയർ ക്ലിപ്സ്, ഹെയർ ബാൻഡ്, ബുഷ്, വള, അങ്ങനെ പല കളക്ഷൻസ്. പിന്നെ സ്കൂളിലേക്ക് പോകാനുള്ള വിചാരം ഇല്ലേ? ഉണ്ട്. പെൻസില്, ബോക്സ്, റേസർ എല്ലാം ഉണ്ട്. അങ്ങനെ കുട്ടികൾക്ക് എന്താ പറയാ ബ്യൂട്ടി റിലേറ്റഡ് അല്ലെങ്കിൽ കോസ്മെറ്റിക് റിലേറ്റഡ് മാത്രമല്ല, അവർക്കുള്ള പെൻസിൽ, ഗിഫ്റ്റ് ഐറ്റംസ്, ഇങ്ങനത്തെ സംഭവമൊക്കെ നല്ല റീസണബിൾ റേറ്റിനാണ് ഇവിടെ കിട്ടുന്നത്. അത് ഈ കാണുന്ന ഒരു ഏരിയ മാത്രമല്ല, ഉള്ളിലേക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. എന്താണ് നമ്മുടെ ഈ ചേച്ചിയുടെ പേരെന്താ? ഈ ചേച്ചിയുടെ പേര്? ചേച്ചി ഇവിടെ വാ, കുട്ടികളുടെ കളക്ഷൻസ് പറയേ. നമുക്ക് ഇവിടെ എന്തൊക്കെയാ കുട്ടികൾക്ക് വരുമ്പോ എന്തൊക്കെയാ അവൈലബിളാ അതൊന്ന് പറഞ്ഞേ. കുട്ടികൾക്ക് വരുമ്പോ പറഞ്ഞോ. ബുക്ക് ഐറ്റംസ്, പെൻസില്, പെൻ, അങ്ങനെയുള്ള ഐറ്റംസ്, ടെഡീസ്, പിന്നെ കളർ പെൻസിൽസ്, വാട്ടർ, ഇതേ വരുന്ന ഓരോരോ ഐറ്റംസുകള്. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലേ? നമ്മള് കളർ പെൻസില്, സ്കെച്ച് പെൻ, അങ്ങനത്തെ. ഇത് നോക്കിയാൽ നല്ല രസമായിട്ടുണ്ട് അല്ലേ? ഇത് ഷൈനിങ് ആവണത് അല്ലേ? ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം അല്ലെ? നല്ല അടിപൊളി ഐറ്റംസ്. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാം. പിന്നെ ഡയറീസ്, ഇപ്പൊ ഇനി നമ്മുടെ ഇയർ മാറാൻ പോവാണ്, അപ്പൊ അതിനുള്ള ഡയറീസ് ഒക്കെ അവൈലബിൾ ആണ്. ലഞ്ച് ബോക്സ്, പൗച്ച്, ലഞ്ച് ബോക്സ്, പെൻസിലും പൗച്ചും. എന്താണിത് കയ്യില്? കീ ചെയിൻ പൗച്ച്. അത് കുറെ നേരം ഇവിടെ ഞാത്തിട്ടുണ്ടായിരുന്നില്ല. അതും ഇവിടുത്തെ തന്നെയാണ്. പിന്നെ ഇവിടെ കുട്ടി കമ്മലും ഉണ്ട് കേട്ടോ. അതെ, ഇതുപോലത്തെ കമ്മലുകൾ അല്ലെ? ഈ കമ്മലൊക്കെ നമ്മുടെ ആന്റി ടെററിഷനിൽ പെട്ടതല്ലേ? അതെ അതെ അതെ. ഇത് കുട്ടി കമ്മൽ, സിമ്പിൾ ആയിട്ടുള്ള. അതുപോലെ ഹെയർ ബാൻഡ്സ്, ചെറിയ ചെറിയ ക്ലിപ്സുകൾ തൊട്ട് ഇവിടെ ഒരുവിധം എല്ലാ ഐറ്റംസാണ്. ഞാൻ ഇനി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി ക്രിസ്മസ് ആയി, ക്രിസ്മസിന്റെ സമയത്ത് ഇവര് ക്രിസ്മസിന്റെ സെയിൽ നടത്താറുണ്ട്. അത് താഴത്തെ ഫ്ലോർ, അതൊന്നും നമുക്ക് നോക്കിയിട്ട് വരാം. ഈ ഒരു ഏരിയ നമുക്ക് സാധാരണ ക്രിസ്മസിന്റെ സമയത്ത് വരുമ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടാവാറ്. അങ്ങനെ സീസൺ ടൈമിലാണ് ഈ ഒരു സംഭവം എടുക്കുക. ഇവിടെ ആണെങ്കിൽ മൊത്തം ക്രിസ്മസിനൊക്കെ സാധാരണ നമ്മൾ ഡെക്കറേറ്റ് ആയിട്ട് മാത്രമല്ല, നമ്മൾ കൂടുതൽ നമ്മള് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ സാധാരണ യൂസ് ചെയ്യുക. ഇവിടെ മൊത്തത്തിൽ ഇരിക്കുന്നതിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്രയാണ് വരുന്നത്? സ്റ്റാർട്ടിംഗ് റേറ്റ് 20 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 20 തൊട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതും ഫുൾ ഇപ്പൊ ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതും ഡെക്കറേറ്റ് ഐറ്റംസ് ആയിട്ട് ജസ്റ്റ് കളക്ഷൻസ് ഒന്ന് നോക്കിപ്പോ. നമുക്കിപ്പോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ റേറ്റ് ഒക്കെ ഏകദേശം അറിയാൻ പറ്റുമോ? ഇതൊക്കെ 195 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 195. ഇതിന്റെ റേറ്റ് ആണെങ്കിൽ 195. അങ്ങനെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി എന്ത് രസമാണ്. ഇതൊക്കെ ഇങ്ങനെ ആടും കിടന്നിട്ട് അല്ലേ? ഇതിനൊക്കെ എത്രയാ? 80. പിന്നെ ഇങ്ങനെ തിരിച്ചു നോക്കിയാൽ മതി എന്നല്ലേ? എല്ലാത്തിന്റെയും റേറ്റ് ഇതിന്റെ 90. എല്ലാത്തിലും റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നിനും പുറത്തേക്ക് പോകണ്ടെന്ന്. ഇതൊക്കെ നോക്കി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ല അടിപൊളി മഗ്. മേരി ക്രിസ്മസ്, അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം. ഇതിന്റെ റേറ്റ് ഇതിനൊക്കെ എത്രയാണ്? എനിക്ക് കണ്ണു കാണില്ല. റേറ്റ് കൂടുമ്പോ കണ്ണു കാണില്ല. അങ്ങനെ കാട്ടില്ല, പറഞ്ഞ ശരിക്കും കണ്ണു കാണില്ല. അപ്പൊ ഇത് ഇത് അല്ലാണ്ട് ഇവിടെയും കുറെ നല്ല നല്ല ഡെക്കറേറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മോഡൽസ്, ഇഷ്ടംപോലെ. ഇപ്പൊ ഇതൊക്കെ ടേബിളില് നമുക്ക് പറകൂട്ടാ. അതെ, ടേബിളിൽ വെക്കാൻ പറ്റുന്ന പെൻ സ്റ്റാൻഡേർഡ്സ് ആണ് വരുന്നത്. പിന്നെ സാധനമായിരുന്നു, അത് ആയിരുന്നു കേട്ടാ, ഇപ്പൊ ഇല്ല അത്. ഓക്കെ. പിന്നെ മാതാവിനൊക്കെ ഇരിക്കുന്ന ഒരു പ്രത്യേകത ഫീലിംഗ് ഉണ്ട് കേട്ടോ. മാതാവ് തന്നെയല്ല, നമുക്ക് ഏതൊരു ഇതില് കണ്ടോ നല്ല രസമുണ്ടല്ലേ. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. 195 ഉള്ളൂ കേട്ടോ. 195 ഉള്ളൂ. അപ്പൊ അങ്ങനെ ഗിഫ്റ്റിന് പേന, ആ സംഭവം, അങ്ങനെ ഒരുപാട് മോഡൽസ് ഇരിക്കുന്നുണ്ട്. കുട്ടി ഇതൊക്കെ ലൈറ്റ് എത്തോ? ലൈറ്റ് എത്തണെങ്കിൽ അത് ഊരണം. എവിടെ? ഓണാക്കണം അല്ലേ? കത്തി. ഇതിനൊക്കെ എത്രയാണ്? 80 രൂപ. അതിന് ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ. ലൈറ്റില് കാണണം, നല്ല നല്ല രസമായിരിക്കും. അതിന്റെ ഒരുപാട് മോഡൽസ് ഇരിക്കുന്നുണ്ട്. പിന്നെ കുട്ടി ലാംപ്സ് ഉണ്ട്. കുട്ടി ലാമ്പാ? കാൻഡില്. എന്നെ ഇവിടെ എത്തിക്കാന്ന്. ഇത് നല്ല രസമുണ്ട്. കുപ്പിയാ?
ലൈറ്റ് കത്തും, ഇത് വലിക്കണം അല്ലേ? ആ അതെ കത്തി, അടിപൊളിയുണ്ട്. ആടും ഒറിജിനാലിറ്റി. ഓ ഒറിജിനൽ നമ്മള് തീ പിടിപ്പിച്ച മാതിരി ഉണ്ടാവുന്ന. അപ്പൊ ഇത് കത്തി ഇവിടെ ഓഫ് ആയിട്ടെ മേടിക്കുന്നവർക്ക് കുറച്ച് നേരം കൂടിയും യൂസ് ചെയ്യണ്ടേ. അപ്പൊ അങ്ങനെ ഒരുപാട് നമുക്ക് ഗിഫ്റ്റ് ഐറ്റം കൊടുക്കാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതല്ലാണ്ട് നമുക്ക് ഡെക്കറേറ്റ് ഐറ്റം ക്രിസ്മസിനൊക്കെ ഉള്ള നമുക്ക് അടിപൊളിയായിട്ട് മോടി പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കളക്ഷൻസ്. റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ റീസണബിൾ റേറ്റ് ആണ്. പിന്നെ ട്രീ എന്ന് പറയുമ്പോൾ ഈ ട്രീ തൊട്ട് വലിയ ട്രീ ചെറിയ ട്രീ എല്ലാം ട്രീ ഉണ്ടാ, എല്ലാ ട്രീ ഉണ്ട്. വന്ന് നോക്കിയാൽ മതി. നമ്മൾ ശരിക്കും എവിടെയാ നിക്കണേ, കുറെ ഉണ്ട് കേട്ടോ. പിന്നെ പേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കിയേ, ക്രിസ്മസ് ബാഗ്സ് ആണ് അത്. ക്രിസ്മസ് കൊടുക്കാൻ പറ്റിയ ആ അതെ, കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ഈ പള്ളികളിലായാലും സ്കൂളിലായാലും നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഓപ്ഷൻസ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം. ഇതൊക്കെ ലൈറ്റ് എത്തൂലേ? ആ കത്തിയിടാ ഭംഗിയാ. അതെ, അത് ഒരുപാട് മോഡൽസ് ഉണ്ടല്ലേ, പുതിയ മോഡൽസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് റേറ്റ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, നേരിട്ടൊന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഓൺലൈൻ ത്രൂ അതിൽ അയച്ചു കൊടുക്കില്ലേ, അയച്ചു കൊടുക്കാം. നമ്മളപ്പോ ശരിക്കും എവിടെയാ നിക്കണേ? വരുന്നത് കുസാറ്റ് കോളേജിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. നമ്മുടെ എറണാകുളത്ത് കളമശ്ശേരിയിൽ കുസാറ്റ് കോളേജിന്റെ അടുത്തായിട്ടാണ് കുപ്പിവള. മുകളിലത്തെ ഫ്ലോർ ആണെങ്കിൽ മൊത്തം നമുക്ക് ഫാൻസി അതുപോലെ ബുട്ടിക് ഐറ്റംസ്, കോസ്മെറ്റിക്സ് അങ്ങനത്തെ ഐറ്റംസ് ആണ് മൊത്തം ഇരിക്കുന്നത്. ഫ്രണ്ട് കാണുമ്പോൾ ചെറുതാണ് ഫീൽ ചെയ്ത്, ഉള്ളിൽ കയറുമ്പോൾ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അപ്പൊ ഉള്ളിലേക്ക് കയറി നോക്കാം. പിന്നെ താഴത്തെ ഏരിയ മൊത്തം യെസ് ഇതാണ്. അപ്പൊ നേരിട്ട് വരാം. പിന്നെ റീസെൽ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പൊ റീസെൽ ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ 2000 മുകളിൽ പർച്ചേസ് ചെയ്താൽ മതി. അപ്പൊ അവർക്ക് റീസെൽ ഓപ്ഷൻ ഉണ്ട്. ആ റീസെല്ലിംഗ് ഇതിന്റെ പരിപാടിയൊക്കെ നിങ്ങൾ ഇവിടെ വിളിച്ച് ചോദിച്ചാൽ മതി. ബാക്കി എന്തായാലും കച്ചവടക്കാർക്കായാലും റീസെല്ലുകാർക്കായാലും സിംഗിൾ നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടായാലും എല്ലാത്തിനും ഇവിടെ ഐറ്റം ഉണ്ട്, റേറ്റ് കുറവുണ്ട്. ഇതാണ്. അപ്പൊ കുട്ടീസ് ഒരു ബൈ പറയാവാ. നമ്മുടെ കുട്ടീസില്ലെങ്കിൽ അവര് കുറെ നേരം എന്നെ നോക്കിയിരിക്കണേ, എന്നെ എപ്പോ വീഡിയോയിൽ കയറ്റും അല്ലേ? അവര് ബായ് പറഞ്ഞാലാ? നിനക്ക് സ്ഥലം അറിയാം എവിടെയാണ്? പറഞ്ഞ സ്ഥലം നീ പറ. കുസാറ്റ് കോളേജ് സൈഡിലായിട്ടാണ് കുപ്പിവള അത്ര പറയാനുള്ളൂ. ഇത് ശരിക്കും മുതലാളിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് നേരിട്ട് നമ്മൾ ഇവിടെ വരുമ്പോ കാണാം. അപ്പൊ ഒരു ബായ് പറഞ്ഞേ.